ഓക്കെ, ഫസ്റ്റ് വൺ ബോർഡ് മാസ് റൂളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സിൽ ചില ഓപ്പറേഷൻസ് നിങ്ങൾക്ക് ഒരു നമ്പർ കുറച്ചൊന്ന് നമ്പറുകൾ തരികയാണ്. ഇങ്ങനെ 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 5 പ്ലസ് 5 മൈനസ് 5 ഇങ്ങനെ തരികയാണെന്ന് വെച്ചോളൂ. ഇങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിനെയാണ് ചെയ്യുന്നുണ്ടാവുക. ഇൻറ്റു ചെയ്യോ, ഡിവിഷൻ ചെയ്യോ, പ്ലസ് ചെയ്യോ, മൈനസ് ചെയ്യോ, ഏതാണ് ആദ്യം ചെയ്യുക? സോ ഇതിനൊരു റൂളുണ്ട്. ഇത് ചെയ്യാൻ ഒരു റൂളുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് മാസ് റൂൾ. അതിൻ്റെ പേരെന്താണ്? ബോർഡ് മാസ് റൂള്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ അല്ലെങ്കിൽ ഓഫ് എന്താണ് പറയുക? ഡിവിഷൻ. ഞാൻ PDF അയച്ചു തരുന്നില്ലേ നിങ്ങൾക്ക്? അത് നിങ്ങൾ എടുത്തിട്ട് എഴുതി വെക്കുന്നുണ്ടോ? ഓക്കെ, എഴുതി വെക്കണം കേട്ടോ കിഷാൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം. ബ്രാക്കറ്റ് ഓപ്പൺ അല്ലെങ്കിൽ ഓഫ് എന്ന് പറയും. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പോൾ ബോർഡ് മാസിൻ്റെ ഫുൾ ഫോമാണിത്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഇല്ല. അടുത്തത് ഓഫ്, അടുത്തത് അതും ഇല്ല, ഇവിടെ ഓഫും ഇല്ല. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ അതെല്ലാം ഉണ്ട്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡിവിഷനാണ് ചെയ്യേണ്ടത്. സോ 5 ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 5 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് വരിക? ഒരു തവണ. സോ 1 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതി വെക്കേണ്ടത്. അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ഇവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ. സോ ഇത് രണ്ടിനെയും മൾട്ടിപ്പിൾ ചെയ്ത് എഴുതണം. 1 5s are 5. ഇനി പ്ലസ് മൈനസ് 5. ഇനി അടുത്തത് ചെയ്യേണ്ടത് അഡീഷനാണ്. രണ്ടും അഡീഷൻ ചെയ്യുക. -5. നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. സോ 5. ഇതാണ് ആൻസർ. ഇനി അടുത്തത് ശരിക്കുള്ള രീതി വേറൊന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് തരുന്നതെന്ന് വെച്ചോളൂ. ഇതിൻ്റെ പേരാണ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബ്രാക്കറ്റ്, ഇങ്ങനെ വരുന്നത് ഒരു ബ്രാക്കറ്റ്. ഇതിന് സ്ക്വയർ ബ്രാക്കറ്റ് എന്നാണ് പറയുക. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് ബ്രാക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ പേരൊക്കെ എന്തെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഇനി ഐഡിയ? ഈ 3 തരത്തിലുള്ള ബ്രാക്കറ്റിൻ്റെ പേര് എന്താണെന്ന് അറിയാവോ? കിഷാനോ, ദയക്കോ, അവന്തികയ്ക്കോ ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. സോ ഫസ്റ്റ് നമ്മൾ ഏത് ബ്രാക്കറ്റാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ കേർവ് ബ്രാക്കറ്റാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പേര് സി ബ്രാക്കറ്റ് എന്ന് പറയും. സി ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ കേളി എന്ന് പറയും കേട്ടോ. പിന്നെ
സ്ക്വയർ 1 2 3. ഇതാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത്, പിന്നെ ഇത്, പിന്നെ ഇതൊരു ഓർഡറാണ് കേട്ടോ. ഈ ഓർഡർ അനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഒരു കേവ് ബ്രാക്കറ്റിലേക്ക് പോകുന്നു. കേവ് ബ്രാക്കറ്റിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ 3+1 ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതാദ്യം ചെയ്യാം. സോ നെക്സ്റ്റ് പേജിൽ ചെയ്ത് കാണിച്ചു തരാട്ടെ ഞാൻ. ഇവിടെ ചെയ്യാം. സോ 3+1 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 4. അതാദ്യം എടുക്കുക, ആ ബ്രാക്കറ്റ് അങ്ങോട്ട് കളയുക. ഞാൻ വീണ്ടും പറഞ്ഞു തരാം കേട്ടോ, കുറച്ച് സ്പീഡായി പോണ പോലെ നിങ്ങൾക്ക് തോന്നും. ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ബാക്കിയുള്ളതൊക്കെ എടുത്തെഴുതുക കേട്ടോ. അടുത്തത് ഏത് ബ്രാക്കറ്റിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഈ ഒരു ബ്രാക്കറ്റ്. ഈ ഒരു ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? 1/5 ഓഫ്. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ്. ഓക്കെ, ഇൻറ്റു എന്നുള്ളതാണ്. 25 - 5. നമ്മൾ 1/5 ഇൻറ്റു 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ആണ് കേട്ടോ, 25 ആണ്. 25ൻ്റെ താഴെ ഒന്നുമില്ല, അപ്പോൾ 1 എന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ. ഈ ഫ്രാക്ഷൻ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ? രണ്ടിനെയും ഡിനോമിനേറ്ററായിട്ടും ന്യൂമറേറ്ററായിട്ടും മൾട്ടിപ്പിൾ ചെയ്യാൻ പറഞ്ഞു. ഇനി ക്രോസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതും ചെയ്യാൻ പറഞ്ഞു. സോ 5 25ൽ 5 ടൈംസ് ഉണ്ട്. ഫൈനൽ ആൻസർ പറയണത് 1 × 5 5 അല്ലേ? ഇവിടെ 1 ആണ്. 1 × 1 1 എന്ന് വരും. അപ്പോൾ നമുക്ക് വരുന്നത് 5/1 എന്നാണ്. 5/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 തന്നെയാണ്. സോ 5 - 4 എന്ന് വരും. വീണ്ടും 5 - 4 എത്രയാണ്? 1 ആണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് 1 ആണ് കിട്ടുന്നത്. പ്ലസ് 3 × 2 ഡിവിഷൻ 2 -5. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ക്വയർ ബ്രാക്കറ്റിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ എടുത്ത് പുറത്ത് എഴുതുക. 5 - 2 ഡിവിഷൻ 2 × 3 + 1. ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബോർഡ് മാസിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, 3 ബ്രാക്കറ്റും ഓഫ് ചെയ്തു, പിന്നെ ഡിവിഷൻ ചെയ്തു. ഓഫ് നോക്കൂ, ഈ ബ്രാക്കറ്റിനുള്ളിലുണ്ടെങ്കിൽ അത് കാരണം അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് കാരണം കുഴപ്പമില്ല കേട്ടോ. അടുത്തത് ഇനി ചെയ്യേണ്ടത് ഡിവിഷനാണ്. സോ ഇവിടെ ഡിവിഷനാണുള്ളത്. 2 ഡിവിഷൻ 2 എന്നാണ്. 2 ഡിവിഷൻ 2 എന്ന് പറഞ്ഞാൽ 2/2 എന്നാണ്. അടിച്ചു കൊടുത്താൽ 1/1. 1/1 എന്താണ്? 1 തന്നെയാണ്. സോ 1 × 3 + 1. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. 1 3s are 3 + 1. അടുത്തത് അഡീഷനാണ് ചെയ്യേണ്ടത്. സോ 3 + 1 4. ഇനി സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. 5 - 4 1. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിനെ മൈനസ് ചെയ്ത് വലിയ നമ്പറിൻ്റെ സൈനാണ് ഇടേണ്ടത്. അപ്പോൾ ഇവിടെ 5 പോസിറ്റീവായിട്ടാണ് ഉള്ളത്. അത് കാരണമാണ് നമ്മൾ +1 എന്ന് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും +1 എന്നും പറയാം, അല്ലെങ്കിൽ വെറുതെ 1 എന്നും പറയാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നുകൂടി പറയാം, നന്നായി ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംപ്ലിഫിക്കേഷൻ പറഞ്ഞ ടോപ്പിക്കിൻ്റെ താഴെയാണ് ഇത് വരുന്നത്. ഇതിൽ വേറൊന്നും കൂടി വരാറുണ്ട്. വിൻകുലം എന്ന് പറയും. വി ബോർഡ് മാസ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും കൂടി തരും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ ബോർഡ് മാസ് മാത്രം നോക്കാം. ബോർഡ് മാസ് പറഞ്ഞാൽ എന്താ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അടുത്തത് ഓഫ് അല്ലെങ്കിൽ ഓഫ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്യണം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണ്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതും ഒരു ഓർഡർ ഉണ്ട്. കേവാണ് ആദ്യം ചെയ്യേണ്ടത്, പിന്നെ കേർലി ആണ് ചെയ്യേണ്ടത്, പിന്നെ സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. സോ കേവ് ആദ്യം ചെയ്യുമ്പോൾ കേവിൻ്റെ ഉള്ളിലുള്ളത് 3 + 1 ആണ്. 3 + 1 എന്ത് വരും നമുക്ക്? 4. അതാണ് ഞാൻ ആദ്യം എഴുതിയത്. ഓക്കെ, ആദ്യം എഴുതിയത്.
അടുത്തത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് കേർലി ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? 1/5 ഓഫ് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ. 25 മാത്രമാണ് ഉള്ളത്. 25 ഇവിടെ ഫ്രാക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓഫിന് ഇൻറ്റു എന്നും കൊടുത്തു. അപ്പോൾ 25 താഴെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്താ എഴുതി കൊടുക്കണം? 1 എഴുതി കൊടുക്കണം. ഇനി ഡയറക്റ്റായിട്ട് മൾട്ടിപ്പിളാണ് ചെയ്യുന്നത്. ന്യൂമറേറ്ററിന് ന്യൂമറേറ്ററായിട്ടും ഡിനോമിനേറ്ററിന് ഡിനോമിനേറ്ററായിട്ടുമാണ് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ക്രോസ് ചെയ്യാം. സോ 25ൽ 5 ടൈംസ് ഉണ്ട്, അതാണ് ഞാൻ എഴുതിയത്. 1 × 5 5 ആണ്, അതാണ് 5 ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. -4. ഇനി അടുത്തത് ഇത് രണ്ടിനെയും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്ക്വയർ ബോക്സിലോട്ടാണ്. സോ സ്ക്വയർ ബോക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട് ഉള്ളിൽ? 5 - 2 ഡിവിഷൻ 2 × 3 + 1. അത് അങ്ങനെ എടുത്ത് അടുത്ത ലൈനിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിലടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ അല്ല ഡിവിഷനാണ്. ഡിവിഷൻ 2 ഡിവിഷൻ 2 എന്താണ്? 1 ആണ് വരിക. ഇനി അടുത്ത സ്റ്റെപ്പിൽ അതങ്ങനെ എടുത്ത് എഴുതുന്നു. 5 - 2 ഡിവിഷൻ 2 1 കിട്ടി × 3 + 1. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് 1 × 3 ആണ്. സോ 1 × 3 എത്രയാണ്? 3. അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. ബോർഡ് മാസിൽ അഡീഷനാണ് ചെയ്യേണ്ടത്. സോ 3 + 1 4 ആണ്. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് സബ്ട്രാക്ഷൻ ആണ്. 5 - 4 എത്രയാണ്? 1. ഇതാണ് ആൻസർ. കുട്ടികളെ മനസ്സിലായോ? പറയൂ. ഉറങ്ങിയാ പിള്ളേരെ? ഉണ്ടോ? അവന്തിക, ദയ മനസ്സിലായ? മനസ്സിലായോ? ശരി, ഞാൻ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇതൊന്ന് ചെയ്യൂ, നോക്കട്ടെ. ചെയ്തിട്ട് ആൻസർ പറയൂ. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയണം മിസ്സിനോട്. 27 നോക്കാം. സോ 3 × 8 ഓഫ് പറഞ്ഞാൽ ഇൻറ്റു ആണ്. 1/4 + 2 - 2. ഇനി അടുത്തത് നമ്മൾ ആദ്യം ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ കുറേ ഫസ്റ്റ് ഓഫ് അല്ലേ ഉണ്ടായിരുന്നത്, അതാണ് ചെയ്യേണ്ടത്. സോ ഇതൊന്നും ക്യാൻസൽ ചെയ്താൽ 2 വരും. ഇനി നെക്സ്റ്റ് 3 × 2 = 6 ആണ്. +2 - 2. ഇത് രണ്ട് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 8 - 2 ചെയ്താൽ 6. ആൻസർ 6 ആണ്. ഓക്കെ, മനസ്സിലായോ അവന്തിക? ഒന്നും കൂടി പറയാം. 3 × 8 ഓഫ് 1/4 + 2 - 2. നമ്മളുടെ റൂൾ ബോർഡ് മാസ് എന്നാണ്. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, പക്ഷെ ഓഫ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഓഫിന് ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഓഫ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. 1/4. അപ്പോൾ 8നെയും × 1/4നെയും മൾട്ടിപ്പിൾ ചെയ്യണം. സോ ഫ്രാക്ഷൻ ആക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ താഴെ ഒന്നുമില്ലെങ്കിൽ 1 എന്നാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. 4 8ൽ 2 ടൈംസ് ഉണ്ട്. സോ 3 × 2 + 2 - 2 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഡിവിഷനാണ്. ഡിവിഷൻ ഇവിടെ ഇല്ല. അപ്പോൾ അടുത്തത് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവുക. 3 × 2 എത്രയാണ്? 6 + 2 - 2. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് അഡീഷനാണ്. സോ 6 + 2 എത്രയാണ്? 8 - 2. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ. സോ 8 - 2 6. മനസ്സിലായ? കിഷാൻ, അവന്തിക, ദയ 3 പേർക്ക് മനസ്സിലായ? ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം കേട്ടോ. ഇത് ചെയ്യണം നിങ്ങൾ.
67. 67 വരുമോ നോക്കാം. 25 ഓഫ് പറഞ്ഞാൽ എന്താണ്? ബോർഡ് മാസിൽ ബ്രാക്കറ്റ് ഇവിടെ കാണുന്നില്ല, ഓഫ് ഉണ്ട്. ഓ ഫോർ ഓഫ്. എത്രയടാ? മനസ്സിലായില്ല. കേൾക്കുന്നില്ല, എന്ത് പറ്റി? ബ്രേക്ക് എടാ, ബ്രേക്ക് ആവണോ? ശരി, ഞാൻ പറയാം, ചെക്ക് ചെയ്യാം, നിങ്ങൾ വന്ന് നോക്കൂ കേട്ടോ. സോ ഇൻറ്റു കൊടുത്തു, ഇതും ക്യാൻസൽ ചെയ്താൽ 5 ടൈംസ്. സോ 5 ഇൻറ്റു 3 പ്ലസ് 2, 5 3s are 15 പ്ലസ് 2 17. ആൻസർ ഇതാണോ കിട്ടിയിരുന്നത്? ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആ, ഇത് ചെയ്യും, സെയിം മെത്തേഡിൽ ചെയ്യും. നോക്കാം. സോ 36 3 ക്യാൻസൽ ചെയ്യണം. ഓഫ് അല്ലേ ഉള്ളത്, ഓഫ് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. സോ 6 36ൽ 6 ടൈംസ് ഉണ്ട്. 6 ഇൻറ്റു 4 പ്ലസ് 3. സോ 6 4s are 24 പ്ലസ് 3. അപ്പോൾ എത്രയായി? 27. കറക്റ്റാണ് കിഷാൻ, സൂപ്പർ. ഇനി അടുത്തത് അവന്തിക പറയണം കേട്ടോ ആൻസർ. ആ, ചെയ്തു പറയും. എത്ര വന്നു? ദയ പറഞ്ഞ ബാക്കി ആർക്കെങ്കിലും കിട്ടിയോ ആൻസർ? മനസ്സിലായോ? അതായിരിക്കും അവന്തികയ്ക്കൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആ, ആൻസർ ചെയ്യൂ. ഈസി അല്ലേ? 7 വന്ന് 40. ആ, എന്ത് ചെയ്യാം? 49 ഇൻറ്റു 1/7 ഇൻറ്റു 5 പ്ലസ് 4. സോ 7 49ൽ 7 ടൈംസ് ഉണ്ട്. 7 ഇൻറ്റു 5 പ്ലസ് 4. 7 5s are 35 പ്ലസ് 4 39. ഓക്കെ, മനസ്സിലായോ? അതിനാണ് ടേബിൾ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അവന്തികയ്ക്ക് ഒരു ഈസി ക്വസ്റ്റ്യൻ തരാം. ഇത് പറയൂ. ഇതെത്രയാണ് വരുന്നത്? അവന്തിക ഉണ്ടോ ക്ലാസ്സിൽ? ഉറങ്ങിപ്പോയോ? ഉണ്ട്. അപ്പൊ പറയൂ. നിങ്ങൾ പറയാതിരുന്നാൽ ഞാൻ ഉറങ്ങിപ്പോട്ടാ. വേഗം പറയൂ.
ദായ്ക്ക് മനസ്സിലായോ? ദായ്ക്ക് ആൻസർ കിട്ടിയാ? കിഷാറിന് കിട്ടി? 15. ഓക്കെ. എന്റെടാ അവൻ ദായ്ക്ക് കിട്ടിയോ? എത്രയാ? 18. അവന്തിക മനസ്സിലാവുന്നുണ്ടോടാ നിനക്ക്? ഇത് ഈസി ആണല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ. പറയൂ. ശരി, ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഏതാണ് ചെയ്യേണ്ടത്? ബോർഡ് മാസിൽ പേടിക്കാതെ പറഞ്ഞോളൂ. ബോർഡ് മാസിൽ ബ്രാക്കറ്റ് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടോ? അത് പറയൂ. ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ഓഫ് ഉണ്ടോ? എവിടെ? ഇല്ല. ഡി ഉണ്ടോ? ഡിവിഷൻ ഉണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4 × 1/2. എപ്പോഴും മനസ്സിൽ കരുതുക, ഇങ്ങനെ ഇൻറ്റു ആണെങ്കിൽ ന്യൂമറേറ്റർ ആയിട്ടും ഡിനോമിനേറ്റർ ആയിട്ടും മൾട്ടിപ്പിൾ ചെയ്യണം. ഇത് ഡിനോമിനേറ്റർ ഇല്ലാത്ത കാരണം 1 ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ഈ 2 4 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. അപ്പോൾ 2 എഴുതി കൊടുത്തു. ഇൻറ്റു 6 + 3. സോ നമുക്ക് വരുന്നത് 2 1s are 2 എന്നാണ്. 2 × 6 + 3 എന്നാണ് വരുന്നത്. ഇനി അടുത്തത് വീണ്ടും നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് ആദ്യം ചെയ്യണം. സോ 2 × 6 12 + 3 എത്ര വരും? 50. യെസ്, കറക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് നിങ്ങൾക്ക് ഇപ്പം എഴുതി തരാം. ഞാൻ അയക്കാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ എഴുതിയെടുത്തു, എന്നിട്ട് വൈകുന്നേരം എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ചെയ്തിട്ട് വൈകുന്നേരം അയച്ചു തരണം. എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യനാണ് കേട്ടോ. ആ വിൻകുലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അത് വിൻകുലം, ഇതാ ഇതിൻ്റെ പേര്. യു ആണ് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡാഷ് തരും. ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോളൂ. ഇതെന്താണ് ഈ സംഭവം എന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ പേരാണ് വിൻകുലം. ഇങ്ങനെ തന്നുവെങ്കിൽ നമ്മൾ ബോർഡ് മാസിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, പിന്നെ ഓഫ് പറയാം, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതൊക്കെ ചെയ്യണം മുന്നിൽ. ഇതിനെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. വിൻകുലം എന്നാണ് പറയുക ഈ ഒരു സംഭവം. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെ എന്തുണ്ടോ അതിനെ ആദ്യം ചെയ്യാം. സോ അത് പ്ലസ് വരാം, മൾട്ടിപ്ലിക്കേഷൻ വരാം, ഇൻറ്റു വരാം, ഡിവിഷൻ വരാം, എന്ത് വേണമെങ്കിൽ വരാം. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം തന്നുവെങ്കിൽ അതിൻ്റെ താഴെയുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. സോ 8 + 3 എന്ന് പറഞ്ഞാൽ 11 ആണ്. ഡിവിഷൻ 3 +2 - 1. ഇവിടെ ഞാൻ വേണമെങ്കിൽ ഈ 3ക്ക് പകരം 4 ആക്കുന്നു കേട്ടോ. ഓക്കെ. സോ 12 ഡിവിഷൻ 3 +2 - 1. 12ൽ 3 4 ടൈംസ് ഉണ്ട്. സോ 4 + 2 - 1. ഇനി അടുത്തത് എന്ത് ചെയ്യണം? പ്ലസ് ആണ് ചെയ്യേണ്ടത്. 4 + 2 6 - 1 5. ഇതാണ് ആൻസർ. ഓക്കെ, മനസ്സിലായോ ഇത്? ഇല്ല. ഓക്കെ, ഒരു തവണയും കൂടി പറയാം. ഇതിൻ്റെ പേര് എന്താണ്? വിൻകുലം. പറയൂ, പ്രൊനൗൺസ് ചെയ്യൂ. ഇതെന്താണത്? വിൻകുലം. യെസ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിനെയാണ്. ഈ ഡാഷിൻ്റെ താഴെ വരുന്നത്. ഡാഷിൻ്റെ താഴെ എന്ത് പറഞ്ഞിരിക്കുന്നു? 8 + 4 ആണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യൂ, 12 കിട്ടി. പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ എഴുതിയെടുക്കുക. ഡിവിഷൻ 3 +2 - 1. ഇനി അടുത്തത് ഡിവിഷനാണ്. 12 ഡിവിഷൻ 3. ഡിവിഷൻ പറഞ്ഞാൽ എന്താ? 12/3 എന്നാണ്. സോ 12/3 ഞാൻ എഴുതി കൊടുത്തു. +2 - 1. 12ൽ 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് ഉണ്ട്.
ആ 4 ഇവിടെ 1 വരും. 4/1 എത്രയാണ്? 4 തന്നെയാണ്. 4 എഴുതി. +2 -1. ഇനി 4 + 2 എത്രയാണ്? 6 - 1 5 ആയി. 6 - 1 എത്രയാണ്? 5. ഇപ്പോൾ ഓക്കെ ആണോ ദയ? ആ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. ഇത് ചെയ്യൂ, ആൻസർ പറയൂ. ഇതേ മേലത്തെ അതേ പ്രോസസ്സിൽ തന്നെ ചെയ്യണം. ചെയ്യുന്നുണ്ടോ? ആണോ? ഓക്കെ, നോക്കാം. സോ 4 ഇവിടെ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ബോർഡ് മാസ് എന്നാണ്. വി ഫോർ in column, B for bracket, O for off, D for division, M for multiplication, A for addition, S for subtraction. അപ്പോൾ 6 - 2 ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 6 - 2 എത്രയാണ്? 4. ഡിവിഷൻ 4 +3 - 1. 4 ഡിവിഷൻ 4. 4 ഡിവിഷൻ 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതും 1 ടൈം ഉണ്ട്. 1/1 1 ആണ്. സോ 1 +3 - 1. അടുത്തത് ഇതാണ് ചെയ്യേണ്ടത്. 4 - 1. ആൻസർ 3. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി തരാം. ഇതൊന്ന് എഴുതിയെടുക്കും. ഇപ്പോൾ തന്നെ നോട്ടിലൊന്ന് എഴുതിയെടുക്കും. എന്നിട്ട് വൈകുന്നേരം ചെയ്ത് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഇത്ര മതി. 3 ക്വസ്റ്റ്യൻ മതി. മാത്രം ചെയ്തായിരിക്കും. എഴുതിയെടുക്കൂ. ഇത് എഴുതിയെടുത്തു. ഓക്കെ, എന്തായാലും എഴുതിയെടുത്താ കിഷാൻ? കിഷാൻ കഴിഞ്ഞോ? ഓക്കെ, ശരി. അപ്പോൾ അവന്തിക എഴുതിയില്ലേ? ശരി. ഇന്നത്തെ ഡേറ്റ് എന്താണ്? അവിടെയാണോ? ശരി ശരി. അപ്പോൾ കേട്ടോ, ക്ലോസ് ചെയ്തു.